പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് അസൂയുണ്ടോ? അസൂയ കാണുമായിരിക്കും. തമാശയാണെങ്കിലും ഞാൻ പറയും, അതുകൊണ്ടായിരിക്കും ദൈവം ടിഷ കൊച്ചമ്മയെ 31 വയസ്സിൽ വിളിച്ച് വേർതിരിച്ചത്. 31 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കപ്പെടുവാൻ ചെയ്ത ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ടിഷ കൊച്ചമ്മ. കൊച്ചമ്മയുടെ ഭൗതിക ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രിയപ്പെട്ട അയർനച്ചൻ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തെപ്പറ്റി ഓർത്ത് വിതുമ്പിയതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ വീഡിയോയ്ക്ക് ആധാരമാവുന്നത്. ഒരു കുടുംബം എങ്ങനെയാകണമെന്നുള്ളത്, ഒരു ഭാര്യ എങ്ങനെയാവണം, ഒരു ഭർത്താവ് എങ്ങനെയാവണം, കടമകൾ എന്തെല്ലാമാണെന്ന് 5 വർഷം കൊണ്ട് കൊച്ചമ്മ കാണിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ പ്രിയ അച്ഛൻ വാതോരാതെ സംസാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, വാസ്തവത്തിൽ ഒരു സ്വർഗമായിരുന്നു ആ കുടുംബം എന്നുള്ളത്. അതുകൊണ്ടാവാം ദൈവത്തിന് അസൂയ തോന്നിയതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇത്രമാത്രം സ്നേഹം പങ്കിട്ട ഒരു കുടുംബം, എവിടെ പോയാലും തിരികെ വന്നാലും അച്ഛൻ കൊച്ചമ്മയ്ക്ക് സ്നേഹചുംബനം കൊടുക്കും, കൊച്ചമ്മയും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ ഭർത്താവിനൊപ്പം എന്നും ആയിരിക്കണമെന്നുള്ളതും ചെറുതും വലുതുമായ നിമിഷങ്ങൾ തൻ്റെ ഭർത്താവിനെ അറിയിക്കണമെന്നുള്ളതും പരസ്പരം അങ്ങനെ നല്ല ഒരു ബോണ്ട് കീപ്പ് ചെയ്ത ഒരു കുടുംബത്തെ വളരെ വിരളമായിട്ട് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അച്ഛൻ്റെ വാക്കുകളിൽ എത്ര ഹൃദയസ്ഥമായിട്ടാണ് തൻ്റെ ഭാര്യയെപ്പറ്റി പറയുന്നത്. ചങ്ക് തകർന്നുകൊണ്ട് തൻ്റെ ഭാര്യ നൽകിയ സ്നേഹം, കരുതൽ. അവസാനം അച്ഛൻ പറയുകയായിരുന്നു, അവൾ ഇങ്ങനെ മരിക്കുമെന്നറിയെങ്കിൽ അവൾക്കേറെ ഇഷ്ടം എൻ്റെ കൈകളിൽ കിടക്കാനാണ്. എൻ്റെ കൈകളിൽ കിടത്തി ഈ ചൂട് നൽകി ഞാൻ അവളെ ദൈവത്തിനടുക്കലേക്ക് യാത്ര അയക്കുമായിരുന്നുവല്ലോ. ആ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ഏത് സമയത്ത് നമ്മളെ വിളിക്കുമെന്ന് അറിയുകയില്ലല്ലോ. അതുകൊണ്ട് ലഭിച്ച ജീവിതം സുന്ദരമാക്കാം. അവരൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അവരുടെ വേദന നമ്മൾ അറിയുകയുള്ളൂ. നമ്മുടെ അപ്പനാവട്ടെ, അമ്മയാവട്ടെ, മക്കളാവട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, നല്ല സുഹൃത്തുക്കളാവട്ടെ, അവരില്ലാതെയാകുമ്പോഴേ അവരുടെ സങ്കടം നാം അറിയുകയുള്ളൂ. അനുഭവിച്ചത് പറയുമ്പോഴും യാഥാർത്ഥ്യങ്ങൾ അറിയുമ്പോഴുമാണ് നാം പലപ്പോഴും ജീവിതത്തെപ്പറ്റി ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. എന്നാൽ ലഭിച്ച സമയത്ത് ഭംഗിയോടെ പ്രിയപ്പെട്ട ടിഷ കൊച്ചമ്മ നൽകിയ സ്നേഹപൂർവമായ ആ കുടുംബിനി എന്നുള്ള മഹത് ഭാവം നമുക്കും ആവിഷ്കരിക്കാം. കൊച്ചമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.